യെസ്. ഇന്ന് നമ്മൾ സാധാരണ പറയുന്നതാണ്, ബിസിനസ്സിനകത്ത് പറയുന്നതാണ്, ഈ ജീവനക്കാർ സ്ഥാപനത്തിനെ അല്ല ഉപേക്ഷിക്കുന്നത്, മാനേജരെയാണ്. മാനേജർ എങ്ങനെ അവരെ ലീഡ് ചെയ്യുന്നു, എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് ആ സ്ഥാപനത്തിൽ ജീവനക്കാർ നിൽക്കണോ നിൽക്കേണ്ടത് തീരുമാനിക്കുന്നത്. ഇത് പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ചുറ്റുള്ള ആളുകൾ അവരുടെ ഡീലിങ്ങിനകത്ത് ചില ആളുകൾ ഡീൽ ചെയ്യാം, അവർക്ക് ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരെക്കാൾ നോളേജ് അല്ലെങ്കിൽ സ്കില്ല് കുറവുള്ള ആളുകളെ ലീഡ് ചെയ്യാൻ നല്ല മിടുക്കന്മാരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ നമ്മളെക്കാൾ കഴിവുള്ളവരും നമ്മളെക്കാൾ അറിവുള്ളവരുമാണ്. അത്തരം ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് അത് ഇന്ന് മാനേജേഴ്സിന് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഒരു ബോസിംഗ് സ്റ്റൈലാണ് ഇന്നത്തെ മാനേജേഴ്സ് ഉപയോഗിക്കുന്നത്. അതിനാണ് ലീഡർഷിപ്പ് സ്കില്ല് ഇല്ലായ്മ എന്ന് പറയുന്നത്. ഇന്നത്തെ മുന്നിലുള്ള ആളുകളെ, അതായത് നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ അറിവുള്ള ആളുകളെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മാനേജേഴ്സ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിനെ അല്ല ജീവനക്കാർ ഉപേക്ഷിക്കുക, മാനേജരെയാണ് ഉപേക്ഷിക്കുന്നത്. പക്ഷേ അതിന്റെ ഇഫക്റ്റ്, അതിന്റെ പ്രശ്നം വരുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിനായിരിക്കും. അതുകൊണ്ട് സംരംഭകർ, നിങ്ങളെപ്പോലുള്ള സംരംഭകർ ചെയ്യേണ്ടത് മാനേജേഴ്സിനെ അവരെക്കാൾ കഴിവുള്ള ആളുകളെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി അവരിൽ ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, നിങ്ങളുടെ മാനേജേഴ്സിനെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് തോന്നിക്കണം, ശരിയല്ലേ?